എന്താ പരിപാടി? ഞാൻ എന്റെ കാശ് കൊടുത്ത് സിനിമ പോണോ തന്റെ പേപ്പർ വാരി എറിയുന്നതിന്റെ തലയിടാനാണ്. എന്താ രാമേന്ദ്ര പ്രശ്നം? ഈ ഫാൻസുകൾക്ക് ഒരുപാട് കലാപരിപാടികൾ ഉണ്ട്. റിലീസ് ചെയ്യുന്ന സമയത്ത് സിനിമ കാണാതാക്കിയവരാണ്. നമ്മൾ സിനിമ കാണാൻ പോയിരിക്കുമ്പോൾ പഴയ ഈ ലോട്ടറി അടിക്കാത്ത ലോട്ടറി ചാക്ക് കണക്കിന് കീറിക്കൊണ്ട് വെച്ചിട്ട് നമ്മളെ തലയുടെ മുകളിൽ കൂടെ തട്ടി ഇപ്പോഴെങ്ങനെയാ ഇവരുടെ ഒരു ഇപ്പൊ പഴയ വിട്ടുകിളികളുടെ അസുഖം ഇല്ല. റിലീസ് ദിവസം വന്ന് കയറി ഇരുന്നിട്ട് ഇത് കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫാൻസുകാർ മാത്രം കാണുന്ന ഒരു ഷോ. വ്യക്തമായില്ല. അതിനകത്ത് കയറി ഫാമിലി ആയിട്ട് അല്ല, അന്ന് ഫാൻസുകാർ മാത്രം കിടന്ന ഷോ നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? അല്ല, ഞങ്ങൾ ഫാൻസുകാർ മൊത്തത്തിൽ എടുക്കുന്ന ടിക്കറ്റ് അല്ല, മൊത്തം ടിക്കറ്റ് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ അട്ടഹാസം കാണിക്കാനാണ്. പേപ്പർ തലേ വീണിട്ട് ഫാൻസുകാരെ കുറ്റം പറയണത് മോശം പരിപാടിയാണ്. നീ ഇന്ന് മേടിക്കും. എന്താ പരിപാടി? ഞാൻ എന്റെ കാശ് കൊടുത്ത് സിനിമ പോണോ തന്റെ പേപ്പർ വാരി എറിയുന്നതിന്റെ തലയിടാനാണ്. കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം, ഫാൻ ഷോ എന്ന് പറഞ്ഞാൽ രാവിലെ കയറുമ്പോൾ എന്തായാലും ഇത്തിരി പേപ്പറും കാര്യങ്ങളൊക്കെ വരും. ഞാൻ ടിക്കറ്റ് എടുക്കുന്നത് തന്റെ ലോട്ടറി ടിക്കറ്റിന്റെ തലയിലിടാനല്ല. ഇത് മനഃപൂർവ്വം ഫാൻസുകാരെ കരിവാരി തേക്കാൻ വേണ്ടി പറയാം. കരിവാരി തേക്കണ്ടെന്നേ, വേറെ ഒന്നുമില്ല. കരിവാരി തേക്കണ്ട, മൊത്തം തേഞ്ഞ കിടക്കുക. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. മണികണ്ഠൻ ചോദിക്കുന്നത് കുറച്ച് പേപ്പർ ഒന്നും തലേ വീണെന്ന് പറഞ്ഞ് ചെന്നൊന്നും പോകുന്നില്ലല്ലോ. അത് പള്ളി പോയി പറഞ്ഞാൽ ഞാൻ പൈസ കൊടുത്ത് പോകുന്ന അവര് ചാക്ക് കെട്ടിക്കൊണ്ട് തമ്മിൽ അറിയാം. നിങ്ങൾ അവൻ്റെ കഥകൾ കേൾക്കണം. കഥകൾ കേട്ടാൽ നിങ്ങൾ ഇതൊന്നും അല്ല. ഒരു ഹോട്ടലിലെ മുഴുവൻ AC-യുടെ സർക്യൂട്ട് മുഴുവൻ വലിച്ചു പൊടിച്ച് കളഞ്ഞു ഈ ചെറുക്കൻ. ഹോട്ടൽ മുതലാളി ഹോട്ടൽ മുറിക്കകത്ത് കിടന്ന് ബഹളം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ AC മുഴുവൻ കട്ടി കളഞ്ഞവൻ. ഇവൻ്റെ കഥകൾ പറയാൻ തുടങ്ങിയാൽ ഇവൻ ജന്മകാലത്ത് പിന്നെ ഒരു സിനിമ കിട്ടൂല. അവൻ അഴുക്കച്ചെറുക്കൻ, തന്തയേക്കാൾ മോശം. തന്ത ഭയങ്കര കുഴപ്പമായിരുന്നു. അതുകൊണ്ടാണല്ലോ അവൻ ദിലീപ് അടക്കം ഒരുപാട് മിമിക്രിക്കാരെ രക്ഷപ്പെടാത്ത. അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞാൽ നടന്നിരുന്നത് സെറ്റ്. അപ്പോൾ ആരും സഹകരിപ്പിക്കില്ല. ഞാൻ കേട്ടെ, നമ്മൾ മറ്റ് സമുദായങ്ങളൊക്കെ മാറ്റി നിർത്തില്ല. മുസ്ലിം മിമിക്രി രംഗത്തുള്ള എത്ര പേര് മലയാളത്തിലുണ്ട്? സിദ്ദിഖ് അടക്കം എത്ര പേരുണ്ട്? ഒരു ആൾ എന്താ ഇവനെ സഹകരിപ്പിക്കാത്ത? അബിയെ കയ്യിരിപ്പുണ്ട്. ഈ ചെറുക്കൻ നശിപ്പിക്കുമെന്ന്. അപ്പോൾ അവന് വേണ്ടി പരസ്യമായി അവന് പിന്തുണ കൊടുത്ത ആളാണ് മഹാസുബൈർ. അയാൾ 24 സിനിമ ചെയ്ത ആളാണ്. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാമിനെയൊക്കെ വെച്ച്, ദിലീപ് ഒക്കെ വെച്ച് 24 സിനിമ ചെയ്ത പ്രൊഡ്യൂസർ. അയാൾക്ക് അവസാനം പറ്റിയതുണ്ട്. അയാൾ ഫോണിൽ വിളിച്ച് കെഞ്ചുകയാണ്, എടാ 10 മിനിറ്റ് വന്നാൽ ക്ലൈമാക്സ് ഒന്ന് തീർത്തുക. അങ്ങനെ നിങ്ങൾ വിളിക്കുമ്പോഴൊന്നും എനിക്ക് വരാക്കില്ല. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നാളെ രാത്രി 12 മണിക്ക് വയ്ക്കും. നാളെ രാത്രി 12 മണി ഡേ സീനാണ്. അത് രാത്രി എടുത്താൽ മതി. ഡിപ്രഷൻ. ഈ സിനിമയുടെ ABCD അറിയാത്ത മൈക്കും കൊണ്ട് നടക്കുന്ന കുറേ എറണാകുളത്ത് കുറേ പെമ്പിള്ളേരുണ്ട്. അവളൊക്കെ ഒരുമാതിരി കുഴഞ്ഞ് ഇവൻ്റെയൊക്കെ മുമ്പ് ഇരുന്ന ഒരുമാതിരി അവിടെ ഇവിടെയൊക്കെ കാണിച്ചിരുന്ന് ഇങ്ങനെ സുഖിപ്പിച്ച് സംസാരിക്കുമ്പോൾ ഇവനൊക്കെ വിട്ടുപോകണം. അതാണ് ഇവനൊക്കെ ഈ ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ എറിഞ്ഞ് ഇവനൊക്കെ 1000 രൂപയ്ക്ക് കൊത്തപ്പണിക്ക് പോകാനുള്ള യോഗ്യത പോലും ഇല്ലാത്തവനാണ്. വാർക്കപ്പണിക്ക് സിമെൻറ്റ് ചവക്കാനുള്ള യോഗ്യത പോലും ഇല്ലാത്തവനാണ്. പക്ഷേ ഇവൻ്റെ ലക്ഷങ്ങളും കോടികളും വരുമ്പോൾ വഴിയേറ്റി പോകണം. ചോദിക്കാൻ ആരുമില്ല. അപ്പോൾ ഇവൻ വിചാരിക്കുന്നത് ഇവൻ തന്നെയാണ് മലയാള സിനിമയുടെ അവസാന വാക്കെന്ന് വിചാരിക്കുന്നത്. അതാണ് പ്രശ്നം. മണ്ടനായോണ്ടാണ്. ഒറ്റയ്ക്കൊന്നും നിന്ന് ഇവരുമായിട്ടൊന്നും മുട്ടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ സഹിക്കാൻ വയ്യെങ്കിൽ പുറത്തു പോവുക, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായിരുന്നാലും പുറത്ത് നിന്ന് ഇത്രയെങ്കിലും ഒക്കെ പറയാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയെങ്കിലും ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ച് വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. അതിനോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എല്ലാവരും ഒന്ന് പരിഗണിക്കുക. അപ്പൊ വേറൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. താങ്ക് യു.